वरधा गोपीजन वल्लभा गिरिवरधारी यशोदा नंदन व्रज जन रंजन यशोदा नंदन व्रज जन रंजन यमुना तेरा वन चारी यमुना तेरा नचारी जय राधा माधव कुंज बिहारी जय राधा माधव कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे जय राधा माधव राधा माधव राधे जय माधव राधा माधव राधे जय कृष्ण बलराम कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय 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 जय गौरनिताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव गुरुदेव जय जय गुरुदेव। जय श्री श्री राधा माधव की जय श्री श्री आनंद पद्मनाभ स्वामी की श्री श्री गौर निताय की श्रीला प्रभुपाद की श्रीला ഗുരുദേവ് की जय गौर प्रेम। ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ സത്സംഗത്തിലേക്ക് സ്വാഗതം. നമ്മള് ഭഗവത്ഗീത അധ്യായം വൈസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മള് 2-ാം അധ്യായത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് 5-ാം ശ്ലോകമാണ് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. സന്തോഷം. അതിനു മുന്നേ പ്രാർത്ഥനകളോടുകൂടി തുടങ്ങും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയം ഉദിരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തേ ഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം.
പരമാനന്ദ മാധവം. സോ ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 5-ാമത്തതാണ്. ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യം അപി ലോകേ ശ്രേയോ ഭോക്തും ഭക്ഷൈപീഹ ലോകേ ഹതർവാർത്ഥ കാമാംസ്തു ഗുരുവാൻ നിതൈവ ഹതാർഥ കാമാംസ്തു ഗുരാൻ ഇവൈവ ഭുഞ്ജീയ ഭോഗാനുദുരാൻ പ്രതിഗതാൻ ഭുഞ്ജീയ ഭോഗാനുദിര പ്രതിഗതാൻ ഗുരുന ഹത്വാ മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യം അപീഹ ലോകേ ഹതാവർത്ത കാമാംസ്തു ഗുരാൻ ഇഹവൈവ ഹതാവർത്ത കാമാംസ്തു ഗുരൂൻ ഇവൈവ ഭുഞ്ജീയ ഭോഗാൻ രുദിര പ്രതിഗതാൻ ഭുഞ്ജീര ഭോഗാൻ രുദിര പ്രതിഗതാൻ. ആരെങ്കിലും വായിക്കുന്നത് വായിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ അർത്ഥത്തിലേക്ക് നോക്കാം. ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തിം ഭൈക്ഷ്യം അപീഹ ലോകേ ഹതാവാർത്ത കാമാംസ്തു ഗുരോൻ ഇവൈഹ ഭുഞ്ജീയ ഭോഗാൻ രുദിര പ്രതിഗതാൻ. മഹാനുഭാവാൻ മഹായശസ്സരായ ഗുരൂൻ ഗുരുക്കന്മാരെ അഹത്വ ഹനിക്കാതെ ഇഹലോകെ ഈ ലോകത്തിൽ ജീവിതത്തിൽ ഭൈക്ഷ്യം അഭി ഭിക്ഷാന്നത്തെയും ഭോക്തും അനുഭവിക്കുന്നത് ശ്രേയ കൂടുതൽ നല്ലതാണ്. കിം തു എന്നാൽ ഗുരൂൻ ഗുരുക്കന്മാരെ ഹത്വ ഹനിച്ചിട്ട് ഇഹ ഏവ ഇവിടെ ഈ ലോകത്ത് തന്നെ രുതിര പ്രതിഗതാൻ ചോര നല്ലവണ്ണം പുരണ്ടവയും അർത്ഥമാകാൻ അർത്ഥകാമങ്ങളുമായ ഭോഗാൻ ഭോഗങ്ങളെ ഭുങ്ചീയ ഭുജിക്കണമോ. ഞാൻ അതിന്റെ വിവർത്തനം കൂടെ പറയാം, എല്ലാവരും ഏറ്റു പറയാം. വിവർത്തനം ഭാവാർത്ഥം ബൈ ഡിവൈൻ ഗ്രേസ് എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി. എന്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിച്ച് ഉപജീവിക്കുന്നതാകും. ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമായിരിക്കും. ഓം തത്സത്. ഇതിന്റെ ഭാവാർത്ഥം വായിക്കാം, കേട്ടിരിക്കാം എല്ലാവർക്കും. വൈദിക നിയമങ്ങൾ അനുസരിച്ച് ദുഷ്കൃത്യം ചെയ്യുന്നവനും വിവേകം നശിച്ചവനുമായ ഗുരുവിനെ ഉപേക്ഷിക്കാം. ഭീഷ്മരും ദ്രോണരും ദുര്യോധനന്റെ സാമ്പത്തിക സഹായം സ്വീകരിച്ചു പോയത് കൊണ്ട് അയാളുടെ പക്ഷത്ത് ചേരാൻ ബാധ്യസ്ഥരായി. സാമ്പത്തിക പരിഗണനകൾക്ക് വശംവദരായി അവർ അപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഈ സാഹചര്യത്തിൽ അവർ ഗുരുത്വത്തിന്റെ മഹനീയത നഷ്ടപ്പെടുത്തി. എങ്കിലും അവർ ഉന്നതർ തന്നെയാണ്. അവരെ വധിച്ചതിന് ശേഷം നേടുന്ന ഭൗതിക സുഖങ്ങൾ രക്തക്കറ പൂണ്ടവയാണ്.
അതുകൊണ്ട് ഗുരുജനങ്ങൾ എന്ന നിലയ്ക്കുള്ള ബഹുമാന്യത അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എങ്കിലും അവർ ഗുരുതുല്യരാണെന്നും ഗുരുജനങ്ങളാണെന്നും അവരെ ഹിംസിച്ചിട്ട് നേടുന്ന സുഖഭോഗങ്ങൾ രക്തപങ്കിലങ്ങളാകയാൽ കൊള്ളു മുതൽ ആസ്വദിക്കുന്നത് പോലെയാണെന്നും അർജുനന് തോന്നുന്നു. ഇതാണ് ഭാവാർത്ഥം പറയുന്നത്. നമുക്ക് നോക്കാം. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതമേന ഭൂതലേ സ്വയം രൂപതാമഹ്യം ദദാതി സുവർദാന്തികം. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ബുധരേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീമദ് ഭഗവത്ഗീത. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇവിടെ എല്ലാവരും നാമം ജപിക്കുന്നു എന്ന് വിചാരിക്കുന്നു അല്ലെ? എല്ലാവരും നാമം ജപിക്കുന്നു. അപ്പോൾ ഈ ഭഗവത്ഗീത ഇതിനു മുന്നേ നമ്മൾ പലയിടങ്ങളിലും ഇതിനെക്കുറിച്ചൊക്കെ ചർച്ചകള് നമ്മള് എന്താ പറയാ പ്രാചീന കാലം മുതൽക്കേ ഉള്ളതാണ്. പക്ഷെ പലരും നമ്മളുടെ സനാതന ധർമ്മികൾ ആരും ഇതിനെ വേണ്ട വിധം എന്താ പറയാ സീരിയസ് ആയിട്ട് നമ്മളുടെ ജീവിതത്തിൽ കൈക്കൊണ്ടിട്ടില്ല. കാരണം എല്ലാരും അവര് വിചാരിച്ചിരിക്കുന്നത് ഇത് യുദ്ധത്തിനിടയിൽ വന്നത്, ഇത് വെക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കുറെ ദുരാചാരങ്ങളും ഇല്ലെങ്കിൽ എന്താ പറയാ അറിവില്ലായ്മകളൊക്കെ ഓടി നടന്ന ഒരു കാലം നമ്മളുടെ ഇടയിലുണ്ട്. അതിനുശേഷമാണ് നമ്മളുടെ ശീല പ്രഭുപാദരുടെ ഈ പ്രസ്ഥാനം ഉണർന്നു വന്നതിന് ശേഷമാണ് ഭഗവത്ഗീത ഇന്ന് ലോകമെമ്പാടും അറിയാൻ സാധിച്ചത് അല്ലെ? ഇന്ന് ഭഗവത്ഗീതയ്ക്ക് 80ഓളം ഭാഷകളിൽ തർജ്ജിമകളുണ്ട്. പണ്ട് സംസ്കൃതം മാത്രമായിരുന്ന ഗീതയാണ്, ഇന്നും സംസ്കൃതം തന്നെയാണ്. അതിനെയെല്ലാം നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ ഫലവത്താക്കാം എന്നതിന് ശീല പ്രഭുപാദരും ഈ ഗൗഡിയ വൈഷ്ണവ ഗുരു പരമ്പരയും നൽകിയ സംഭാവനകൾ വളരെ 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 വലുതാണ്. അതിനുശേഷമാണ് ഈ ഭഗവത്ഗീതയെ കുറിച്ച് കുറച്ച് ആൾക്കാരെങ്കിലും മനസ്സിലാക്കാനും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, മരണകാലത്ത് എല്ലാവരും നാമം ചൊല്ലുന്നതിന് പകരം കുറച്ച് ആളും അവരുടെ ചെവിയിൽ ഇങ്ങനെ ഭഗവത്ഗീത ഓതുമായിരുന്നു, ഇല്ലെങ്കിൽ ഭഗവത്ഗീത ചൊല്ലി കേൾപ്പിക്കുമായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ആ മരണത്തിന് മുന്നെയാണ് നമുക്കിത് ചൊല്ലേണ്ടത്. അപ്പോഴാണ് നമ്മൾ ആ മരണത്തിനെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നുള്ള വിഷയം പഠിക്കുന്നത്. ഇന്നത്തെ തലമുറയില് നമ്മളെല്ലാവരും എല്ലാത്തിനും പ്രിപ്പറേഷൻ എടുക്കാറുണ്ട് അല്ലെ? ശരിയല്ലേ? കോളേജിൽ പോകാനുള്ള പ്രിപ്പറേഷൻ എടുക്കും. സ്കൂളിൽ ചേർക്കണമെങ്കിൽ മകന് അടുത്ത കൊല്ലം അഡ്മിഷൻ വേണമെങ്കിൽ ഈ കൊല്ലമേ നമ്മൾ ഓടേണ്ടിയിരിക്കണു. കാരണം പ്രിപ്പറേഷൻ ചെയ്താൽ മാത്രമേ അടുത്ത കൊല്ലം നമുക്ക് സീറ്റ് കിട്ടത്തുള്ളൂ. ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കും നമ്മള് എന്താ പറയാ പ്രിപ്പറേഷൻസ്, തയ്യാറെടുപ്പുകൾ എടുക്കാറുണ്ട്. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും എന്താ പറയാ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഷയമാണ് മരണം അല്ലെ? നമ്മൾ അറിയുന്നില്ല അത് എപ്പോ വരും എന്നുള്ളത്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ തീർച്ചയായും നമ്മളുടെ ജീവിതത്തിൽ അത് വരിക തന്നെ ചെയ്യും. ആര് വിളിച്ചാലും വിളിച്ചില്ലേലും അദ്ദേഹം തീർച്ചയായിട്ടും ആ പറഞ്ഞ പ്രതിഭാസം നമ്മളുടെ അടുത്തെത്തും. പക്ഷെ ആ സത്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിനെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നതിനെ കുറിച്ച് ഇന്ന് വരെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ബാക്കി നമ്മളുടെ ഭഗവത്ഗീത ഈ പറഞ്ഞ ബാങ്കിൽ ഇടുമ്പോൾ എത്ര പൈസ കിട്ടും, എന്തെല്ലാം ബിസിനസ് ചെയ്താൽ എന്തെല്ലാം കിട്ടും, എങ്ങനെ നമ്മളുടെ സുഖ സൗകര്യങ്ങളെ വർദ്ധിപ്പിക്കാം എന്നതിൽ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കും. പക്ഷെ ഈ സുഖ സൗകര്യങ്ങളൊക്കെ നമുക്ക് സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഒരു പരിധി വരെ മാത്രം നമുക്ക് തോന്നും ഇത് സുഖമാണെന്ന്, അത്രയേ ഉള്ളൂ. അതുപോലെ ഒരു ദുർഘടമായ അവസ്ഥയിലാണ് അർജുനൻ ഇവിടെ നിൽക്കുന്നത് അല്ലെ? നമ്മളെല്ലാം ആദ്യത്തെ ചാപ്റ്ററിൽ നോക്കി. ഈ രണ്ടാമത്തെ ഭഗവത്ഗീത അധ്യായം ഗീതാ വിഷയ സംഗ്രഹം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. കാരണം ഒന്നാമത്തെ അധ്യായത്തിൽ ഭഗവാനോട് അർജുനൻ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നു, ഇല്ലെങ്കിൽ യുദ്ധരംഗത്തിലെ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നു. അതിനുശേഷം അർജുനൻ ഈ ഒരു എന്താ പറയാ ധർമ്മസങ്കടമായ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നത് ആരൊക്കെയാണ്? അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഗുരുസ്ഥാനീയരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളും ഒക്കെയാണ്. ശരിയല്ലേ? ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ യുദ്ധം ചെയ്യും? ഇവരെ എങ്ങനെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും? പക്ഷെ അതാണ് ഈ പർപ്പോട്ടിലേഷനിലെ പ്രഭുപാദ പറയുന്നത്. കാരണം ഇവരെ അറ്റാക്ക് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇവരോട് പ്രതിരോധിക്കേണ്ട ധർമ്മസങ്കടം അർജുനൻ ഉണ്ടെങ്കിൽ തന്നെയും പ്രതിരോധിക്കേണ്ടതാണ്. കാരണം അവര് ആ ധർമ്മപക്ഷത്ത് നിന്ന് മാറി ദുര്യോധന പക്ഷത്താണ് ഈ പറഞ്ഞ പോലെ
ഈ ഭീഷ്മരും ദ്രോണാചാര്യരും കൃപാചാര്യരും എല്ലാ ഇദ്ദേഹത്തിന്റെ ആചാര്യന്മാരും ഇവരും എല്ലാം മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതൊരു കാലത്തിന്റെ ഒരു എന്താ പറയാ പ്രതിഭാസമാണ്. അതിനും ചില റീസൺസ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ നിൽക്കേണ്ടി വന്നത്. പക്ഷെ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനും കൂടിയാണ്. അപ്പൊ അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിൽ അവർ നിന്നത് കൊണ്ട് ആ ഒരു യാചന നീ നോക്കണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത്. അവരോടുള്ള സിമ്പതി നിനക്ക് വേണ്ട എന്നുള്ളത് ഇനി അധ്യായങ്ങളിലോട്ട് പറയും. അപ്പൊ ആ ഒരു ധർമ്മസങ്കടമായ ഒരു എന്താ പറയാ നമ്മുടെ ജീവിതത്തിൽ പറയുന്ന ക്രൂഷ്യൽ മൊമെന്റ്, വളരെ നിർണായകമായ ഒരു അവസ്ഥയാണ്. നമ്മളുടെ ജീവിതത്തിൽ എന്താണ് ഒരു ക്രൂഷ്യൽ മൊമെന്റ് എന്ന് പറയുന്നത്? എന്തായിരിക്കാം? നമ്മൾ ഏതെങ്കിലും ക്രൂഷ്യൽ മൊമെന്റിൽ പോയിട്ടുണ്ടോ? ഇല്ലേ? ഒരുപാട് ഘട്ടങ്ങളിൽ നമ്മൾ പ്രതിനിധീകരിച്ചിട്ടുണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ഷോക്കിംഗ് ന്യൂസുകൾ നമുക്ക് വരാം. ഇതെല്ലാം നമ്മളെ തളർത്തുന്നതാണ്, അല്ലെ? അതുപോലെയാണ് അർജുനന്റെ ജീവിതത്തിൽ ഏറ്റവും ക്രൂഷ്യൽ മൊമെന്റ് ആണ് ഈ പറഞ്ഞ യുദ്ധം എന്ന് പറയുന്നത്. ക്ഷത്രിയൻ എന്ന സ്ഥാനത്ത് ഒരു വശത്ത് രാജകീയമായ ക്ഷത്രിയ ധർമ്മം പാലിക്കാതെയും വയ്യ. അതേസമയം പാലിക്കാനായിട്ട് നമ്മൾ മുന്നേ നിൽക്കുന്നതാണെങ്കിലോ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതേ ധർമ്മസങ്കടത്തിലാണോ നമ്മളും? ആണോ അല്ലയോ? എത്ര പേരാണെന്ന് പറയുന്നു? ആണെന്ന് പറഞ്ഞാൽ എന്താണെന്നും പറയണം. എന്തുകൊണ്ടാണ് നമ്മൾ അതേ ധർമ്മസങ്കടത്തിലാണ്? എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട അറിയുന്നത് ഒന്ന്, അതും ശരിയാണ് പ്രഭു പറഞ്ഞത്. അതുപോലെ ഞാൻ ഇന്ന് നമ്മളുടെ പ്രായോഗികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ വഴക്കുകളല്ല എന്തിനു വേണ്ടിയിട്ടാ? സ്വാർത്ഥത, സ്വത്ത്. ഈ സ്വത്തുകൾ തമ്മിൽ എവിടെയാണ് വഴക്ക് വരുന്നത്? ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി. കറക്റ്റ് ആണ്. സ്വത്തുക്കൾ എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് കിട്ടാനുള്ള അടിയാണ്, അല്ലെ? ഇതേ തന്നെയല്ലേ? എന്ത് ഡിഫറൻസ് ആണ് ഉള്ളത്? കോടതികളിലൊക്കെ നോക്കിയ പ്രശ്നങ്ങളെല്ലാം പകുതിയും ഇത് തന്നെയാണ്. സ്വത്ത് തർക്കം, സ്ഥാന തർക്കം, അച്ഛനാര് നോക്കും, അമ്മയാര് നോക്കും, ഞാൻ നോക്കത്തില്ല, എന്റെ കാര്യം ഇതാണ് എന്ന് പറയുന്നതെല്ലാം ഇതേ സിറ്റുവേഷൻ ഈ അർജുനൻ ഫേസ് ചെയ്ത് തന്നെയല്ലേ നമ്മൾ ഫേസ് ചെയ്ത്? നമുക്ക് ചുറ്റും നമ്മളുടെ ബന്ധുക്കളും ചേട്ടന്മാരും അനിയന്മാരും ഒക്കെയാണ് കോടതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് വളരെ ഗംഭീരമായിട്ട്. ആര് ജയിക്കും നോക്കാം. നമ്മളും ഇതേ ക്രൂഷ്യലാണ്. പക്ഷെ നമ്മൾ അതിനെ വളരെ ലൈറ്റ് ആയിട്ട് കാണുന്നു. ഇതിനു വേണ്ടി എന്താ പറയാ, ഈ വിലപ്പെട്ട നമ്മളുടെ മനുഷ്യ ജീവിതത്തെ ഈ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ പോലെ ഭൗതിക സുഖത്തിന് വേണ്ടി ഹോമിക്കുന്നു. യഥാർത്ഥത്തിൽ ഭൗതിക സുഖം നമുക്ക് ഒരു കാലത്തും ഹാപ്പിനെസ് നൽകത്തില്ല എന്നാ പറയാം. നമ്മൾ ഓരോരുത്തരും എന്ത് തന്നെ എടുത്തു വെച്ച് പരീക്ഷിച്ച് നോക്കിയാലും നമ്മൾ ഫെയിൽ ആകും. അമൃതമായാൽ അമൃതം എന്താ പറയാ, അമൃതമായാൽ വിഷമെന്ന് പറയുന്ന പോലെ നമ്മളെ എത്ര സ്വത്ത് സമ്പാദിച്ചാലും ശങ്കരാചാര്യ പറയുന്നത് ലാസ്റ്റ് ഈ സ്വത്തിനെ സമ്പാദിച്ചതിന്റെ പേരിൽ നമുക്ക് ഉറക്കം പോകും. ഈ കൂടെ നിൽക്കുന്ന മകൻ തന്നെ നമ്മളെ വധിക്കാനും തയ്യാറാവും, കാരണം സ്വത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്തെല്ലാം സെക്യൂരിറ്റീസും എന്തെല്ലാം സിസ്റ്റംസും ഇന്നത്തെ മോഡേൺ ടെക്നോളജീസ് വെച്ചാലും നമുക്ക് ഹാപ്പിനെസ് ഇല്ല. യഥാർത്ഥം ഉണ്ടോ? അതിനൊരു ഉദാഹരണം പറയാം. നമ്മളെ മൊബൈൽ ഫോൺ ആണ് ഇന്ന് എല്ലാവരുടെയും അഡിക്ഷൻ, അല്ലെ? അഡിക്ഷൻ ആണ്. അത് ഏറ്റവും വലിയൊരു മാരകമായ നമ്മളെ പിടികൂടിയ ഒരു വ്യാധിയായി മാറിക്കഴിഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ അമ്മമാര് ചെയ്യുന്ന എന്താണ്? ഫുഡ് കഴിക്കുന്നില്ല, എന്നാ പിടിച്ചോ മൊബൈല്. അങ്ങനെ രണ്ട് വായു കൂട്ടും. പക്ഷെ അതിനകത്ത് ഉണ്ടാവുന്ന ദോഷം എന്താണെന്ന് അവർ ആരും അറിയുന്നില്ല. അവരുടെ ആ സമയത്തെ തള്ളിവിടാൻ, അല്ലെങ്കിൽ ആ ഒരു ദുർഗമായ അവസ്ഥയെ തട്ടിവിടാൻ വേണ്ടി അവർ എന്താ പറയാ കണ്ടുവച്ചിരിക്കുന്ന ഒരു ഉപായമാണ് ഈ മൊബൈൽ. ഈ മൊബൈൽ ഫോൺ ആണ് നമ്മളുടെ ഇന്നത്തെ എല്ലാവരുടെയും ടെക്നോളജിയും എല്ലാം അതിൽ തന്നെ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെ? ഈ ഒരു മൊബൈൽ ഫോണ് പ്രഭു അന്ന് ആദ്യം വാങ്ങിച്ച മൊബൈൽ ഏതായിരിക്കും? ഒരു ഉദ്ദേശം, സാംസങ് ഏതെങ്കിലും ഒരു മോഡൽ ആയിരിക്കും, അല്ലെ? എല്ലാം നോക്കിയയുടെ ഫോൺ, ബട്ടൺ ഫോൺ ആയിരിക്കും. അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങ് ഉയർന്നോ? മാറിയില്ലേ? മാറി, സാംസങ്ങിൽ വന്നു. ഇപ്പൊ സാംസങ് അന്ന് വാങ്ങിച്ച ഫോണാണോ ഇന്ന്? അല്ല, വീണ്ടും മാറി. ഈ ഫോൺ തന്നെ ഇനി വീണ്ടും ഉപയോഗിക്കുവോ? അതും ഇല്ല, കാരണം ഇനിയും മാറും. എന്തുകൊണ്ടാണ് മാറുന്നത്? നമ്മള് ഫീച്ചേഴ്സ്, അതായത് കുറച്ചുകൂടി നമുക്ക് സുഖം കിട്ടും, കുറച്ചുകൂടി നമ്മൾ കംഫർട്ട് ആകും, കുറച്ചുകൂടി എളുപ്പമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഓരോ ഉപാധികളും വാങ്ങിക്കുന്നത്. ഞാൻ പറഞ്ഞ മൊബൈൽ മാത്രമല്ല, നമുക്ക് ചുറ്റും ഇരിക്കുന്ന എന്തെല്ലാം തിങ്സ് നമ്മൾ വാങ്ങിക്കുന്നു, ഇതെല്ലാം ഇംഗ്ലീഷിൽ പറയണ അപ്ഡേഷൻ എന്ന് പറയും, അല്ലെ? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മൊബൈലിൽ പറയും നിങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയ സമയമായി. വീണ്ടും
അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ ഒരു വസ്തുവിനെ ആശ്രയിച്ചിരിക്കുമ്പോ അതിൽ ഫുള്ളി ഹാപ്പി ആണെങ്കിൽ അത് അവിടെ കൊണ്ട് നിൽക്കണ്ടേ? ആ സന്തോഷം അവിടെ എന്നും നിലനിൽക്കണ്ടേ നമ്മളെ കൂടെ? പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ അപ്ഡേറ്റ് ആവാണ്. ഇനി എനിക്കിത് പ്രവർത്തിക്കാൻ പറ്റൂല എന്ന് കുറച്ച് കഴിയുമ്പോൾ ഫോൺ തന്നെ പറയും, ഹാങ് ആവും, അല്ലേ? അപ്പൊ അതിനർത്ഥം എന്താ? ഈ സുഖവും താൽക്കാലികമാണ്. ഒരു തരത്തിൽ നമുക്ക് സുഖം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത് ഇതെല്ലാം ഇതിന്റെ റേഡിയേഷൻസ് നമ്മളെ ബ്രെയിനിനെയും കണ്ണിനെയും ബാധിക്കുന്നതിനൊക്കെ ഇന്നത്തെ ഡോക്ടേഴ്സിന്റെ റിസർച്ച് സ്റ്റഡീസ് പറയുന്നതെല്ലാം ഭയങ്കര ബലപ്പെട്ട എന്താ പറയാ സത്തുക്കളാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ആണ്. നമ്മൾ അതിനെ ഭയങ്കര ലൈറ്റ് ആയിട്ട് എടുത്ത് നടക്കുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ചുറ്റും ഇരിക്കുന്ന ഓരോ ദ്രവ്യങ്ങളെയും നമ്മൾ സുഖം ആശ്രയിച്ച് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ദുഃഖം മാത്രമാണ്. ഇപ്പൊ നമ്മള് മധുരം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും. പായസം, നമ്മളെ കേരളത്തിന്റെ തന്നെ തിരുവനന്തപുരത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ബോളി പാൽപ്പായസം. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ബോളി പാൽപ്പായസം എന്ന് പറഞ്ഞ് ഒരു മാസം ആരെങ്കിലും ഒന്ന് കുടിച്ചു നോക്കാവോ? ഒരു വെല്ലുവിളി പോലെ. എനിക്ക് മധുരം ഇഷ്ടമാണ്, ഐ ലവ് സ്വീറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു മാസം നമ്മൾ കുടിച്ചു നോക്കിയാൽ എന്താവും? ഒരു മാസം നമുക്ക് മധുരം ഇഷ്ടമാണ്, വേറെ ഒരു കുഴപ്പമില്ല, ഒന്ന് കുടിച്ചു നോക്കിയേ. ഇതേ മധുരം നമുക്ക് സന്തോഷം തന്ന ആ മധുരം തന്നെ നമുക്ക് ദുഃഖം തരും. ദുഃഖം എങ്ങനെ? ഡയബറ്റീസ്. പിന്നെ ആ മധുരം കൈകൊണ്ട് നമുക്ക് തൊടാൻ സാധിക്കില്ല. അതാണ് ഈ ഭൗതിക ലോകത്തിന്റെ വസ്തുക്കൾ. നമ്മൾ ഏതൊന്നിലാണോ സുഖം എന്ന് കാണുന്ന അതേ വസ്തു തന്നെ നമുക്ക് ദുഃഖം തരും. നമ്മൾ എന്ത് സാധനം, ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ മൊബൈല്, നമ്മൾ പ്രതീക്ഷിക്കാതെ അത് പൊട്ടിത്തെറിക്കും, കുറെ കഴിയുമ്പോൾ അത് ചൂടാവും, കുറെ കഴിയുമ്പോൾ ഹാങ് ആവും, നമ്മൾ തന്നെ എടുത്തെറിഞ്ഞിട്ട് പോകും, ഇതെന്തോന്ന്, ഇത് എത്രയും ദിവസമായി. ഇങ്ങനെ ഭൗതിക ലോകത്തിലുള്ള ഓരോ വസ്തുക്കും നമുക്ക് സുഖം നൽകുമെന്ന് ഒരു വ്യാമോഹം മാത്രമേ യഥാർത്ഥം നമുക്ക് ഒരിക്കലും നൽകുന്നു. ഈ ഭഗവത്ഗീതയുടെ ഏറ്റവും ചുരുങ്ങിയ പഴക്കം എന്ന് പറയുന്നത് 5000 വർഷം. നമ്മളുടെ ഈ കലിയുഗം തുടങ്ങിയതിനു ശേഷം ഇന്ന് വരെ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. 700 ശ്ലോകത്തിൽ നിന്ന് 701 ആക്കാം, ഇല്ലെങ്കിൽ ഇത്രയും വേണ്ട, ഒരു 100 കൊണ്ട് നിർത്താം, ഇതിൽ ഇമ്പോർട്ടൻറ്റ് ശ്ലോകം മാത്രം എടുക്കാം എന്നൊന്നും ഒരാചാര്യനും ഇതുവരെയും തുനിഞ്ഞിട്ടില്ല. കാരണം എന്താ? ഇത് ദിവ്യമായ അറിവാണ്. ഇത് ഭഗവാൻ നേരിട്ട് കിട്ടിയ വരമാണ്. ഇതിനകത്ത് ഒരു ഇംപെർഫെക്ഷനും ഇല്ല. നമുക്കാണ് ഇംപെർഫെക്ഷൻ ഫുള്ളായിട്ട്. ഈ ജ്ഞാനത്തിന് ഒരു തരത്തിലുള്ള കോട്ടവും ഇല്ല. അതെന്നും ശാശ്വതമായിട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ ആശ്രയിക്കുന്നവരെല്ലാവരും എപ്പോഴും ഭഗവാനിലെ സന്തോഷമായിട്ടിരിക്കാൻ കാരണം. കാരണം എന്താ? ഇത് ഭഗവാന്റെ വാണിയാണ്. ഗീതാ വാണി എന്ന് പറയുന്നത് ശങ്കരാചാര്യ ശ്ലോകത്തിൽ തന്നെ പറയും. സുഗീത ഗീതാമൃതം മഹത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ ശ്ലോകത്തിൽ പറയുമ്പോ, ഇത് ഭഗവാന്റെ തിരുനാഭ പത്മത്തിൽ നിന്ന്, അതായത് ഭഗവാന്റെ പത്മനാഭ മുഖപത്മാത് എന്നാ പറയുന്നത്. ഭഗവാന്റെ തിരുമുഖത്ത് നിന്ന് വന്ന പദങ്ങളാണിത് അത്രയും. ഇതിനെല്ലാം ഭഗവാൻ ഇത് എന്തിനു വേണ്ടി നമുക്ക് ഉപദേശിച്ചു? ഇല്ലെങ്കിൽ ഈ അർജുനനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തിനു നൽകി? നമ്മളുടെ ജീവിതം ഏറ്റവും സന്തോഷകരമാകാം. ഇപ്പൊ കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ അവര് പല കാര്യങ്ങളും ഈ ഇതിന്റെ എന്താ പറയാ അതിന്റെ ക്രേസി കൊണ്ട് പലപ്പോഴും അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. നമുക്കറിയാം ഇതിന്റെ യഥാർത്ഥ വില എന്താണ്, ഇതിനെന്താണ്. ഈ ബലൂൺസ് ഇതൊക്കെ നോക്കുമ്പോൾ കുറച്ചു നേരം അവരുടെ കയ്യിൽ ഇരിക്കുള്ളൂ, അത് കഴിയുമ്പോൾ അവർ പോകും. പക്ഷെ അതിന് കൊടുക്കുന്ന വിലയോ 100, 150 ഒക്കെ കൊടുക്കേണ്ടി വരും. പക്ഷെ ഒരു അധ്വാനിക്കുന്ന ഒരു അച്ഛനറിയാം അതിന്റെ വില എന്താണ്. പക്ഷെ മക്കൾക്ക് അതിന്റെ വില പലപ്പോഴും കിട്ടണമെന്നില്ല. എങ്കിലും അവർ വാങ്ങിച്ചു കൊടുക്കും ഒരു പ്രാവശ്യം. പക്ഷെ അത് സ്ഥിരമായ എന്താവും? അതുപോലെയാണ് ഭഗവാൻ നമുക്ക് ഈ പറഞ്ഞ സുഖം ഇതെല്ലാം കാണുന്ന ഈ മായാ ലോകത്ത് നമ്മളെ വിട്ടിരിക്കുന്നതിന്റെ പിന്നിലും ചില ഉദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മളുടെ കർമ്മണ ദൈവനേത്രേണ ദേഹോ ജന്തൂർ ഉപപത്തയെന്ന് ഭാഗവതം പറയുന്നത്. ഭഗവാന്റെ ദൃഷ്ടിയും നമ്മളുടെ കർമ്മത്തിന്റെയും പ്രതിഫലം കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജനിക്കാനിടയായത്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഈ വിലപ്പെട്ട മനുഷ്യ ശരീരത്തെ തിരിച്ച് ഭഗവാനിലേക്ക് സമർപ്പിക്കണം. ഭഗവാനിലേക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? നമ്മളെ ഒരു ജോലിയും ചെയ്യാതെ 24 മണിക്കൂർ ഇങ്ങനെ ഇരിക്കാം എന്നാണ് സാധാരണ ഇന്നത്തെ ആധ്യാത്മികതയെ കുറിച്ച് ജനങ്ങളുടെ ധാരണ. ഇതാണ്, സന്യാസിയായി പോകും, ഇല്ലെങ്കിൽ അവർ ജോലിയും ചെയ്യില്ല. ഒരിടത്ത് പോലും ശീല പ്രഭുപാദർ 24 മണിക്കൂറാണ് പ്രഭുപാദരുടെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. കാരണം ഒരിടത്ത് പോലെ റെസ്റ്റ് എടുക്കാൻ നേരമില്ലാത്ത അത്രയും കൃഷ്ണ സേവനമാണ് ഭഗവാന് വേണ്ടി പ്രഭുപാദർ നമ്മളുടെ ജീവിതത്തിൽ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ചില അർജുനന്റെ ഉറക്കം തന്നെ കൃഷ്ണാബോധം എന്നാ പറയുന്നത്. അർജുനന്റെ ഉറക്കം. നമ്മളുടെ ഉറക്കം എന്ത് ബോധം? അല്ല, തൊട്ടടുത്തിരിക്കുന്നവർ ചോദിച്ചാൽ അറിയാം അല്ലെ എന്ത് ബോധത്തിലാണ് നമ്മൾ ഉറങ്ങണേന്ന്. എന്തൊക്കെ വിളിച്ചു പറയുന്നു നമുക്കറിയില്ല.
എന്തൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നു നമുക്കറിയില്ല. പക്ഷെ അർജുനന്റെ ഉറക്കം പോലും ഭഗവാൻ ശ്രീകൃഷ്ണ ശരണം മമ, അദ്ദേഹത്തിന്റെ ഓരോ നാഡി നരമ്പ് വരെയും ഭഗവാനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മളെ ജീവിതത്തിലും നമുക്ക് ഈ പറഞ്ഞ ഭഗവത്ഗീത, ഈ പറഞ്ഞ ഏറ്റവും നിർണായകമായ നമ്മളുടെ ദുർഘടമായ ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ ഏറ്റവും വിലപ്പെട്ട ഒരു അമൂല്യ സ്വത്താണ് ഭഗവത്ഗീത. ഇതിനെ നമ്മളുടെ ജീവിതത്തിൽ ഡെയിലി നമ്മൾ പാരായണം ചെയ്യുകയും അതിലെ ഓരോ നിർദ്ദേശങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മൾ അറിയാതെ തന്നെ ഏറ്റവും വലിയ മഹനീയമായ ഈ പറഞ്ഞതാ ഭഗവാനെ പറയുന്ന സച്ചിത് ആനന്ദം. ഭഗവാന് ഈ 3 ക്വാളിറ്റീസാ പറയുന്നത്. സച്ചിത് ആനന്ദം. അദ്ദേഹത്തിന് ആനന്ദത്തിന് ഒരു എൻഡ്ലെസ് ആണ്, ഒരിടത്ത് സ്റ്റോപ്പില്ല. നമ്മളുടെ ആനന്ദത്തിന് കുറച്ചു നേരം സ്റ്റോപ്പേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ മധുരം കഴിക്കും, ആ കഴിക്കുന്ന 1 മിനിറ്റ് 2 മിനിറ്റ് കഴിയുമ്പോൾ വായിന്ന് ആ മധുരം പോകും, പിന്നെ അത് കയ്പ് പോലെയായി. അത് നമ്മൾ എന്ത് തന്നെ ഭൗതിക ലോകത്ത് നമ്മളെ എടുത്ത് നോക്കുമ്പോഴും അത് നമുക്ക് ഈ പറഞ്ഞ പോലെ വെറുപ്പും ലാസ്റ്റ് ദുഃഖം മാത്രമേ തരൂ. അപ്പൊ അതുകൊണ്ട് അനുഭവിച്ച് പഠിക്കുന്നവർ 2ാം തര ബുദ്ധിക്കാരെന്ന് പറയുന്നത് ഭാഗവത്. ബുദ്ധിമാന്മാർ കേൾവി കൊണ്ട് പഠിക്കുന്നവർ. 3ാമത്തെ ബുദ്ധി കുറഞ്ഞവരെന്ത് ചെയ്യും? അനുഭവിച്ചാലും പഠിക്കില്ല. അല്ലെ? കുറെ ജയിലിലെ ക്രിമിനൽസ്, കുറെ ആൾക്കാർ സ്ഥിരമായിട്ട് ജയിലിൽ പോകുന്നു വരുന്നു, എത്ര പനിഷ്മെന്റ് കൊടുത്താലും പഠിക്കില്ല. ചിലവര് അനുഭവം കൊണ്ട് പഠിക്കും. ഒരു പ്രാവശ്യം പോയിട്ട് വന്നാൽ മതി, ഇനി പോകരുത്. ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള അറിവ് അവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, അപ്പൊ അവൻ ചെയ്യില്ല. അതുപോലെയാണ് നമ്മൾ ഈ ഭഗവാന്റെ ശ്രുതി എന്ന് പറയും, അതായത് ഭഗവാന്റെ വാണി, ഇതിനെ കേട്ട് മനസ്സിലാക്കണം, അനുഭവിച്ച് പഠിക്കാൻ നിൽക്കരുത്. അത് താനേ നമുക്ക് അനുഭവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറഞ്ഞ ഭഗവാന്റെ പാതയെ, ഭഗവാന്റെ നാമത്തെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കും. അതിന് വേറെ ആരും വരണ്ട. ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴും, ഭഗവാന്റെ ഭഗവത്ഗീത, ഭഗവാന്റെ ഗ്രന്ഥങ്ങളെ വായിക്കുമ്പോഴും, ഭഗവാന് വേണ്ടി സേവനം ചെയ്യുമ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു ആനന്ദം, അല്ലെങ്കിൽ ഒരു ആവേശം ഒന്നും പറയാം എത്രയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സാധാരണ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ തന്നെ നമുക്ക് ആകെ ഒരു ഡിസ്റ്റർബൻസ് ആണ്. ഭക്തജനങ്ങള് ഭഗവാന്റെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് തലേദിവസം രാത്രി മുതൽ അടുത്ത ദിവസം രാത്രി 12 മണി വരെ ഒരു ജലപാനം പോലും എടുക്കാതെ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും, സേവ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ഒരു ക്ഷീണവും ഇല്ല, ഒരു ടയർഡ്നെസ്സും ഇല്ല, അവർക്കൊരു എന്താ പറയാ സന്തോഷക്കുറവുമില്ല. എന്തുകൊണ്ടാ ഇത് ചെയ്യുന്നത്? ഭഗവാന് വേണ്ടിയിട്ടാണ്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയാം. ഇപ്പോ നമ്മളെ പുറത്ത് വരെ ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ക്രൈമാണ് അല്ലേ? നമുക്ക് ഇപ്പൊ ഒരു കേസ് നടക്കുന്നു അല്ലേ, നിമിഷയുടെയോ ആരുടെയോ ഒരാളുടെ യമനിലെ ഒരാളെ കൊന്നതിന്റെ ആ തൂക്കുകയറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് അറിഞ്ഞോ അറിയാതെ നടന്ന സംഭവം, അത് അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ ഒരാളെ കൊന്നാൽ എന്താവും? നമുക്കും അതേപോലെ ഈക്വലി ശിക്ഷ. അതാണ് ഗവൺമെന്റ് നിയമം. പക്ഷെ അതേ ഒരു സൈനികൻ ഒരാളെ വധിച്ചാൽ എന്താണ്? അദ്ദേഹത്തിന് റിവാർഡാ, അവാർഡാ, അംഗീകാരമാ. ഇത്ര എന്താ പറയാ തീവ്രവാദികളെ ഇല്ലെങ്കിൽ ഇത്ര ടെററിസ്റ്റുകളെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും? നല്ല റിവാർഡ് ചെയ്യും. എന്തുകൊണ്ടാ? അത് ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി, ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി. അതുപോലെ ഭഗവാൻ നമ്മളുടെ ജീവിതത്തെ ഭഗവാന്റെ വഴിയിൽ ഇല്ലെങ്കിൽ ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് നമ്മൾ അർപ്പിച്ചാല് അതിൽ വരുന്ന പ്ലസ് മൈനസ് എല്ലാം ഭഗവാൻ മാറ്റിക്കൊള്ളും. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് സുദാമ, കുചേലന്റെ സ്റ്റോറി എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഭഗവാന് ദ്വാരകയിൽ കാണാൻ പോയിട്ട് പോലും അവിടെ പോയി പോലും ഭിക്ഷ അയച്ചില്ല. കയ്യിലുണ്ടായിരുന്ന അവൽ അദ്ദേഹത്തിന് കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഭഗവാൻ അതാ പറയണത്, നമ്മളുടെ ഉള്ളു മാത്രമല്ല ഭാവി, ഫ്യൂച്ചർ എല്ലാം ഭഗവാൻ അറിയാം. അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹം തിരിച്ച് വീട്ടിൽ പോകുമ്പോ ആ വീടിരിക്കുന്ന സ്ഥലത്ത് കൊട്ടാരം ഇരിക്കുന്നു. അദ്ദേഹം പറയും, ഞാൻ വഴിമാറി വന്നതാണ്, ഞാൻ തിരിഞ്ഞു പോകാന്ന് പറയും. നോക്കുമ്പോ പറയും, ഭാര്യ പറയും, പ്രഭോ അങ്ങ് അകത്ത് തന്നെ വരൂ, ഇത് തന്നെയാണ് നമ്മളെ ഭവനം എന്ന് പറയുമ്പോ അദ്ദേഹം വീണ്ടും ഭഗവാനെ സ്മരിക്കുമെന്ന് പറയുന്നു. അപ്പോഴും അദ്ദേഹം ഈ പറഞ്ഞ സുഖലോലുപത്തിൽ മുഴുകിയില്ല. അദ്ദേഹം അപ്പോഴും കൃഷ്ണന്റെ കാരുണ്യത്തെ ഓർത്ത് കൃതജ്ഞതയോടെ ഭഗവാനെ സ്തുതിച്ചു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഓരോ ഫെസിലിറ്റീസും എത്ര പേര് നമ്മൾ വിലമതിക്കുന്നു? ഭഗവാന്റെ കൃപയാൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്, ബുദ്ധിക്ക് കുഴപ്പമില്ല, അംഗവൈകല്യമില്ല, നമുക്ക് ചുറ്റും നല്ല വായുവുണ്ട്, ജലമുണ്ട്, ഭക്ഷണമുണ്ട്, നമുക്ക് പോകാനുള്ള സംവിധാനങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത എത്ര ജനങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് അറിയാമോ? ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ ജീവിക്കുന്ന കോടി ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് 3 നേരമല്ല,
ഒരു നേരം ഡെയിലി ഒരു നേരം കഴിച്ചാൽ ജീവിക്കാൻ പറ്റുന്ന കോടി ആൾക്കാർ ഈ ലോകത്തുണ്ട്. 2 നേരം ഭക്ഷണം കഴിച്ചാൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു നേരം വെള്ളം കുടിച്ച് ജീവിക്കാൻ പ്രാപ്തിയുള്ളവരുണ്ടെങ്കിൽ അവരുമുണ്ട് എന്നുള്ള അവസ്ഥ. അവിടെയാണ് നമ്മളിങ്ങനെ ഫുഡ് വാരി കളയുകയാണ്. എത്ര പേര് ഫുഡ് കളയാതെ കഴിക്കും? ഞാൻ ധൈര്യമായിട്ട് കൈ ഉയർത്തും. നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈമാണ് അത്. കാരണം ഭഗവാൻ തന്നിരിക്കുന്ന റിസോഴ്സസിനെ നമ്മൾ ദുരുപയോഗം ചെയ്യല്ലേ. ഞാൻ പറയുന്നത് നമുക്ക് എത്ര വേണേ കഴിക്കാം, ഒരു പരാതിയില്ല, പക്ഷെ കളയരുത്. ഇന്ന് സദ്യ എന്ന പേരിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്താണെന്ന് ആർക്കും അറിഞ്ഞു. ഒരു കുഞ്ഞിനെയും പിടിച്ച് ഒരു ഫുൾ ഇലയിൽ പിടിച്ചിരുത്തുക. എന്തിനാണ്? കുഞ്ഞു വല്ലതും കഴിക്കുന്നുണ്ടോ? അമ്മയുടെ കൂടെ ഇരുന്നിട്ട് ഒരു അമ്മ 2 വായി വിളമ്പി അമ്മയ്ക്ക് നേരമില്ല വിളമ്പി. അതുകൊണ്ട് ഒരല. അത് എത്ര രൂപയാണ് കൊടുക്കുന്നതെന്നുള്ളതല്ല അതിനകത്തുള്ള, അത്രയും വസ്തുക്കൾ പാഴല്ലേ. ഇതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ഓരോ തിങ്സിനെയും ഭഗവാനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അതിന്റെ വില എത്രയാണെന്ന്. നമ്മൾ ഇന്ന് ലൈറ്റ് ആയിട്ട് ഓരോ തിങ്സിനെയും കാണുന്നു, അതുകൊണ്ട് നമുക്ക് അതിനെ അറിവില്ല. അപ്പൊ നമ്മൾ ദൈവത്തെ ഓർത്ത് ഭഗവാന്റെ നാമത്തിൽ ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു, ദയവായിട്ട് നമ്മൾ ഭക്ഷണം കളയരുത്. അത് ക്രൈമാണ്. നിങ്ങളത് ഇവിടെ ഞാൻ ലാഭിച്ചാൽ എന്ത് നടക്കുമെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അവിടെ ഭക്ഷണം എന്താ പറയാ, പട്ടിണി മാറുമെന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും മാറും. നേരത്തെ പറഞ്ഞല്ലേ, ഈ വേരിൽ വെള്ളം ഒഴിച്ച ഈ ഇലയിൽ പോയി ഇല എങ്ങനെ സമൃദ്ധിയാവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. നമ്മൾ ഇലയിൽ പോയൊന്നും ചെയ്യുന്നില്ല, ഇലയ്ക്ക് വെള്ളം തെളിക്കുന്നുമില്ല, വേരിലാണ് വെള്ളം ഒഴിക്കുന്നത്. അതുപോലെ നമ്മൾ സേവ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ റിസൾട്ട് അങ്ങ് പോയിക്കോളും. നമ്മൾ അറിയേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി ഫീഡ് ചെയ്തോളും ആരെങ്കിലൊക്കെ. അപ്പൊ നമ്മളുടെ മെയിൻ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഭക്ഷണം കളയരുത്. കാരണം അത് കിട്ടാത്തവർക്ക് അതിന്റെ വില അറിയുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ അത് ടേബിളിൽ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്കതിന് ഒരു വിലയാകും. കൃഷ്ണൻ ഒരിടത്ത് പോലും ഭക്ഷണം കളയാറില്ല എന്ന് പറയുന്നത്. ഭഗവാൻ ഇതെല്ലാം ആചരിച്ച് കാണിച്ചിട്ടുണ്ട് നമുക്ക്. മര്യാദ പുരുഷോത്തമൻ രാമന്റെ പാസ്റ്റ് ടൈംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. അദ്ദേഹം ഓരോ തിങ്സ് ഭൂമി വേദനിക്കാതെയാണ് നടക്കുകയാണ്. നമ്മള് സൗണ്ട് ഉണ്ടാക്കിയാണ് നടക്കുന്നത്. ഭൂമി പോലും അറിയില്ല എന്റെ പുറത്ത് ഒരാൾ നടക്കുന്നു എന്ന്. അത്രമാത്രം മൃദുലമായിട്ടാണ് രാമൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുക. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള ഓരോ ഫെസിലിറ്റീസിനെയും നമുക്ക് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാം, നമ്മൾ തയ്യാറാണെങ്കിൽ. പ്രഭുപാദർ അതാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം കാണിച്ചു തന്നത്. അദ്ദേഹത്തിന് കിട്ടിയ എല്ലാ ഫെസിലിറ്റീസും സൗകര്യങ്ങളെ അദ്ദേഹം കൃഷ്ണനായിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ട് ഏറ്റവും വലിയ ഗ്ലോറിയസ് ആണ് ശില പ്രഭുപാദർക്ക് കിട്ടിയത്. അതായത് ഭഗവാനെക്കാട്ടിലും ഒരു പടി മേലെ എന്ന് ഭാഗവത്തിൽ പറയും. ഭക്തന്മാർ എന്നും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതിന് ഉദാഹരണം പറഞ്ഞാല്, അപ്പൊ അതിനൊരു ആചാര്യൻ പറയുണ്ടായി, ശില പ്രഭുപാദരെ 24 മണിക്കൂറും ആരാധിക്കുന്നു എന്നാ പറയുന്നത്. 24 മണിക്കൂറും ഒരു ഭക്തനെ ആരാധിക്കുന്നു ശില പ്രഭുപാദരെ. എങ്ങനെയെന്നറിയാമോ? ഇപ്പൊ നമുക്ക് ഇവിടെ സമയം എത്രയായി? വൈകിട്ട് 6:30 ഇല്ല 7 മണി. ഇത് വേറെ സ്ഥലത്ത് രാവിലെയാ അല്ലെ, ചില സ്ഥലത്ത് ഇത് ഉച്ചയ്ക്കാണ്. ഇങ്ങനെ നമ്മൾ ഈ ഗ്ലോബ് ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഓരോ സമയത്തും ചില പ്രഭുപാദരക്കുള്ള ആരതി പോയിക്കൊണ്ടിരിക്കുന്നു എന്നാ പറയുന്നത്. അവിടെ രാവിലെ മാറി പകലാവുമ്പോ നമുക്കിവിടെ രാത്രിയായി. അപ്പൊ നമ്മളിവിടെ ഭഗവാൻ വീണ്ടും ആരതി ചെയ്യുന്നു, രാവിലെ എടുക്കുന്നു. ഇങ്ങനെ ഗ്ലോബലി 24/7 ഭഗവാന്റെ ഭക്തനെ പ്രകീർത്തിക്കുന്നു എന്നാ പറയുന്നത്. ഭഗവാൻ അതാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഭക്തനാകാനാണ് ശ്രമിക്കേണ്ടതെന്ന് ഭാഗവതം പറയുന്നു. ഇപ്പൊ ഇവിടെ അർജുനൻ പറഞ്ഞു വന്നതും ഇതാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, അർജുനനും ധർമ്മസങ്കടമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം? ഇവരിൽ നിന്നിട്ട് ഇവരെ കൊന്നിട്ട് ഈ ഭക്ഷണം അല്ലെങ്കിൽ ഈ ഒരു രാജ്യം നേടിയാൽ എനിക്ക് എന്ത് സുഖം എന്നാണ്. യഥാർത്ഥത്തിൽ ഇവർ അധർമ്മപക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ തന്നെ വന്നത് അല്ലെ. നമ്മള് മഹാഭാരതം നോക്കിയാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് അതിനകത്ത് നമ്മള് സിമ്പതി നോക്കണ്ട. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചൂതുകളി നടത്താമായിരുന്നു ഭീഷ്മർക്ക്, വസ്ത്രാപഹാരം നടത്താമായിരുന്നു. ഇവരാരും ആ സമയത്ത് ഇതിനൊന്നും പ്രതികരിച്ചില്ല. അപ്പൊ ഇതെല്ലാം അവര് മൗനമായിട്ട്, കാരണം അവർക്കും ചിലയിടങ്ങളിൽ നമ്മൾ പോയി നിന്നാല് നമുക്കും മൗനിയായിട്ടിരിക്കേണ്ടി വരും അതുപോലെ അദ്ദേഹം എന്ത് പറയാ, അന്നദോഷം, സ്പർശദോഷം, സംഘദോഷം എന്ന് പറയുന്ന 3 ദോഷത്തിന് അടിമപ്പെട്ടിരുന്നു. അത് കാരണമാണ് ഭീഷ്മദേവർക്ക് ഒന്നും തിരിച്ചു പ്രതികരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നമ്മളുടെ ജീവിതത്തിലും ധർമ്മസങ്കടമായ അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥയില് നമ്മളുടെ ജീവിതത്തിലെ ഭഗവാനെ കൊണ്ടുവരണം. ഭഗവാനെ എങ്ങനെ കൊണ്ടുവരും? ഒരു വിഗ്രഹം വീട്ടിൽ കൊണ്ടുവച്ചേക്കാം, ഒരു മാല അങ്ങ് ഇട്ടേക്കാം, കഴിഞ്ഞു. ഒരു തിരി വിളക്കും കത്തിച്ചു, കഴിഞ്ഞു.
ഇതാണ് നമ്മളുടെ ഇന്നത്തെ ദൈവാരാധന എന്ന രീതിയിൽ നടക്കുന്നത്. പലപ്പോഴും ആ വിളക്ക് കത്തിച്ചിട്ട് അവർ ആ ഭാഗത്തേ പോവില്ല, പിന്നെ ടി വി ഇട്ട് അവിടെ ഇരിപ്പായി. വിളക്ക് അണഞ്ഞോ കത്തിയോ തിരി താന്നോ ഒന്നും ആർക്കും അറിയില്ല. നമ്മൾ ഭഗവാൻ ഈ കലിയുഗത്തിൽ ഏറ്റവും എളുപ്പമായിട്ട് ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാന്റെ കൂടെ എപ്പോഴും വസിക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് ഹരിനാമ ജപം. അത് ആരും കുറച്ച് കാണരുത്. കാരണം നമ്മൾ ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ന് പാശ്ചാത്യ ലോകത്ത് ഈ ഭക്തി പ്രസ്ഥാനം വളർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒന്നേ ഉള്ളൂ, ഹരിനാമ ജപം മാത്രമേ. ആ ഹരിനാമത്തെ ജപിച്ച് അവരെല്ലാം ഇന്ന് ശിഖയും വെച്ച് നമ്മളെ പോലെ ധോത്തിയും എടുത്ത് വരുന്നുവെങ്കിൽ ആ നാമത്തിന്റെ മാഹാത്മ്യം അല്ലാതെ പിന്നെ വേറെന്താണ് ഉണ്ടാക്കിയത്? അവരെന്ത് കാര്യങ്ങളും ഒന്നിന് രണ്ടായിട്ട് സൂക്ഷ്മമായിട്ട് ആലോചിച്ച് ചെയ്യുന്നവരാണ്. നമ്മളെ പോലെ പറഞ്ഞു കൊണ്ടേ ചാടുന്ന ആൾക്കാരല്ല. അവരതിന്റെ സയന്റിഫിക്കും അതിന്റെ എന്താ പറയാ റിലവന്റ് ഡേറ്റ ഒക്കെ നോക്കിയിട്ടാണ്. അപ്പൊ അതെല്ലാം നോക്കി അംഗീകരിച്ച ടീമാ അവര് തന്നെ ഈ ഭക്തിയെ വളരെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഈ ഭാരതത്തിൽ പിറന്ന നമ്മള് ഈ ഭക്തിയെ ഇപ്പോഴും ഒരു വളരെ അവിശ്വാസ നിലയിലാണ്. ഉണ്ടെങ്കിൽ ഉണ്ട്, ദൈവം ഉണ്ടായിരിക്കും, എനിക്കറിഞ്ഞൂടാ എന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മളുടെ ആൾക്കാരുടെ ഒരു നിലപാട്. ഒരു കാരണവശാൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. കാരണം ഈ സൃഷ്ടിയെല്ലാം നമുക്ക് മുന്നേ ഉണ്ട്, നമ്മൾ പോയാലും ഉണ്ട്. നമ്മൾ കുറച്ചു നാളത്തേക്ക് വരുന്ന കുമിളകൾ പോലെ മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞോണ്ടേ ഈ ഭൂമിയെല്ലാം പോകുമെന്നാണോ? ഒന്നുമില്ല. അത് ഇനിയും കിടക്കും. ഒരു 4,32,000 വർഷം ഇനിയും പോകാൻ കിടപ്പുണ്ട്. അത് പോയതിനു ശേഷമേ പ്രളയം വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ വിലപ്പെട്ട നമുക്ക് ലൈഫിലെ കുമിള എന്നാ പറയണത്. ഈ കുമിള നമ്മൾ പാഴാവും മുന്നേ നമ്മളെ ജീവിതത്തെ സായുധമാക്കും. അതിന് ഏറ്റവും ഉത്തമമായ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മം എന്ന് പറയുന്നത് ഒരു ശുദ്ധ ഭക്തന്റെ കാലടികളെ പിന്തുടരുക, ഗുരുവിനെ സമീപിക്കുക. നമ്മളുടെ ഗുരുവാണ് ശ്രീല പ്രഭുപാദർ. ഈ ലോകമെമ്പാടും ഇന്നും ഗുരു സ്ഥാനീയൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഫിസിക്കൽ പ്രസൻസ്, ശാരീരികമായ ഒരു പ്രസൻസ് ഇല്ലാന്നേ ഉള്ളൂ. ഇന്നും അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ 50 വർഷത്തിന് ശേഷവും ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു ബുക്ക് 50 കൊല്ലത്തിന് ശേഷം വിൽക്കും, അതേ ആചാര്യനെ നമ്മൾ ഓർത്ത് വീണ്ടും സ്മരിക്കും എന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിൾ പ്രൂവ്. കാരണം നിങ്ങൾ ഏത് ലോകത്തെ ടോപ്പ് റൈറ്റേഴ്സ് എടുത്താൽ അവരുടെ ബുക്കെല്ലാം അപ്ഗ്രഡേഷനിൽ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അവരെയൊന്നും ആരും ഓർക്കൂല. കുറച്ചു നാൾ കഴിയുമ്പോൾ അത് അവർ പോകും. ഇവിടെ ഈ ബുക്ക് 50 കൊല്ലമായി. 1977 അദ്ദേഹം കാലമായി. നവംബർ 14 വൃന്ദാവനത്തിൽ വെച്ചിട്ട്. ഇന്ന് എത്ര വർഷമായി? 87, 97, 2007, 2017, ഏതാണ്ട് 45 വർഷത്തിൽ കൂടുതലായി. ഇന്നും അദ്ദേഹത്തിന്റെ ബുക്ക് ലോകമെമ്പാടും വിറ്റുകൊണ്ടിരിക്കുന്നു. ആ ബുക്ക് വായിച്ച് എല്ലാവരും ഭക്തിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ നമ്മളെ ജീവിതത്തിലും ചില പ്രഭുപാദർ ഈ ഭഗവത്ഗീതയുടെ രൂപത്തിൽ നമ്മളെ സഹായിക്കാൻ ഗുരുസ്ഥാനീയനായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലടികളെ കണ്ണുമടച്ച് നമുക്ക് പിന്തുടരണം. അതോടുകൂടി നമ്മളെ ജീവിതം സക്സസ്. ഒരു സംശയം വേണ്ട. അത് ഏത് പ്രായത്തിലും ഏത് ഭേദത്തിലും ഏതൊരു അവസ്ഥയിലായിരുന്നാലും കുഴപ്പമില്ല എന്ന് ഭാഗവത് പറയുന്നു. അപ്പൊ നമ്മളുടെ ജീവിതത്തില് വളരെ സീരിയസ് ആയിട്ട് നാമജപത്തെ നമ്മൾ കൈക്കിളെടുക്കണം. ഡെയിലി ഭഗവത്ഗീതയെ നമ്മൾ എന്താ പറയാ സമീപിക്കണം എന്ന് പറഞ്ഞാല് അതിന്റെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നൊന്നായിട്ട്, ഫുള്ളായിട്ടല്ല, 1 by 1 അവർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വിജയം സുനിശ്ചിതമായിട്ട്. അർജുനൻ ലാസ്റ്റ് എത്ര യോഗേശ്വരോ കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർ മമ എന്ന് പറഞ്ഞ പോലെ നമ്മളെ ജീവിതവും വിജയശ്രീലാളിതയാണ്. ഹരേ കൃഷ്ണ. പ്രഭുപാദിപ്പിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ മനസ്സിലായാൽ അതും പറയാം. കാരണം ഇത് ഭയങ്കര എളുപ്പമാണ്. ഭക്തി എന്ന് പറയുന്ന അത്രത്തോളം ഒരു കടുപ്പുമില്ല. അതിനകത്ത് ഒരു നിയമനിബന്ധനകൾ ഈ പറഞ്ഞ പോലെ നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന വിധം ഇല്ല. വളരെ നാമത്തില് ഒരു ദിവസത്തില് 108 മാല ജപിക്കുക എന്നുള്ളത് ഒരു 10 to 15 മിനിറ്റിന്റെ കാര്യമേ ഉണ്ട്. ഭഗവത്ഗീത നമ്മൾ ഒരു ദിവസം മൊബൈലിൽ എത്ര മണിക്കൂർ പോകണമെന്ന് ആർക്കെങ്കിലും അറിയാമോ? അതിലൊരു ആപ്പ് ഉണ്ട്. ചില ഫോൺസിൽ തന്നെ ആപ്പ് ഉണ്ട്. അത് നോക്കിയാൽ നമ്മൾ ഓരോ ആപ്പും എത്ര സമയം ഉപയോഗിച്ചെന്ന് അത് കാണിച്ചു തരും. നമ്മൾ കിടുങ്ങി പോകും. മണിക്കൂറുകളാണ് ഈ ഫോണിൽ നമ്മൾ യൂട്യൂബ് ആയാലും ഈ പറഞ്ഞ പോലെ വാട്സാപ്പ് ആയാലും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രയൊന്നും വേണ്ട. ഡെയിലി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ ഈ ബുക്ക് എടുത്ത് വെച്ചാല് ഭഗവാൻ നമുക്ക് വേണ്ട ഉപദേശങ്ങളും നമുക്ക് വേണ്ട ഗൈഡൻസും നന്നായിട്ട് തരും. അപ്പൊ നമ്മൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ഇത്രയും പേര് വന്നതിൽ സന്തോഷം.
ഇത്രയും പേര് നാമം ജപിക്കുന്നു എന്ന് കേട്ടാൽ അതിലും ഭയങ്കര സന്തോഷം. കലിയില് ഭഗവാൻ നാമത്തിലാണ്, നാമരൂപത്തിലാണ്. അതുകൊണ്ട് ആ നാമത്തിനകത്ത് ഭഗവാൻ ഇല്ലെന്നോ ഇത് വെറുതെ ആണെന്നോ ഒന്നും വിചാരിക്കരുത്. ഫുള്ളി നാമകാരി ബഹുധാ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാല എന്ന് പറയുന്നത്. നാമത്തിനകത്ത് സർവശക്തി ഉണ്ടെന്നാണ്. ശക്തിക്ക് ഇനി പുറമേ തേടണ്ട. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് നന്നായിട്ട് ഉരുവിട്ടാ മതി. അതിനകത്ത് എല്ലാം നമ്മളുടെ ജീവിതത്തെ മാറ്റുന്ന തലവരെ മാറ്റി തരും, ഗ്യാരണ്ടി. ഇതെല്ലാം അനുഭവത്തിന്റെ